ഹലോ നമസ്തേ. ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളുടെ നെക്സ്റ്റ് മൂവിയുടെ പേരാണ് ഹലോ നമസ്തേ. ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് പേർക്കും അറിയുന്നുണ്ടാവും. ഞങ്ങളൊരു മൂവി ഇങ്ങനെ ചെയ്തു. ഞാൻ, മിയ, വിനായക് ഫോർട്ട്, സഞ്ജു ശിവറാം, ഞങ്ങൾ 4 പേരുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ജാനുവരിയിൽ റിലീസാണ്. ജാനുവരി ലാസ്റ്റ് ആവും റിലീസ്. ഇത് പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നു, ഞാൻ അല്ലാന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ വിനയ് ചേട്ടന്റെ പേരായിട്ട് ബാബി വരും, ഞാൻ സഞ്ജു ചേട്ടന്റെ പേരായിട്ടാണ് വരുന്നത്. 2 കപ്പിൾസിന്റെ കഥയാണ്. അവര് അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന വളരെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള, അതായത് നല്ല കൂട്ടുകാരായിരുന്ന 2 പേരുടെ ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഈ സിനിമ. അങ്ങനെ ഒരുപാട് പറയാനില്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലീൻ എന്റർടൈനർ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതാണ് ചിലപ്പോൾ കുറെ പേര് ഇത് കാണുമ്പോൾ ഇത് ആ വീട്ടിലുണ്ടായതല്ല, അല്ലെങ്കിൽ ഇത് ഈ വീട്ടിലുണ്ടായതല്ലേ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് കുറെ സ്ഥലത്ത് ഇത് സംഭവിച്ചായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. അതെ അതെ, പത്രവാർത്തകൾ പോലും വന്നിട്ടുണ്ട്, കുറെ റിയൽ ഇൻസിഡൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം എന്തായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും നന്നായിട്ട് ഉപയോഗിച്ചാവും. അതെ അതെ അതെ. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയമാണെങ്കിലും തൊട്ടടുത്ത വില്ലകളായിരുന്നെങ്കിലും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ കോണ്ടാക്ടിലായിരുന്നു ഞങ്ങൾ, ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഇല്ലാത്ത കോമ്പിനേഷൻ സീൻസ് വളരെ കുറവാണ്. ഒരുവിധ എല്ലാ സീനിലും ഞങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ പ്രിയയുടെ ഫ്ലാറ്റിലാണ്, പ്രിയയുടെ വില്ലയിലാണ് ഷൂട്ട് നടക്കുന്നതെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് ഇവിടുത്തെ ഷൂട്ടൊക്കെ കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. കാരണം അത്രയും കമ്പനി ആയിരുന്നു, മാറിയിരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. എപ്പോഴും ഒന്നിച്ചൊന്നിച്ചിരുന്ന് ഫുൾ സീനും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ട്. ഞാൻ വേറെ ലൊക്കേഷൻ ഷിഫ്റ്റ് ഒന്നുമില്ല. മൂവാറ്റുപുഴയിൽ ഒരു വില്ല എടുത്തിട്ട് അവിടെയായിരുന്നു ഷൂട്ട്. ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 25 ദിവസം അവിടെ തന്നെയായിരുന്നു. അപ്പൊ അത് ശരിക്കും ഞങ്ങളുടെ വീട് പോലെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വരും, ഫുൾ ക്രൂ എല്ലാവരും ഉണ്ടാവും. അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ, പിന്നെ വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. ഒരു ഫൺ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ കുറെ അങ്ങനെ പറയത്തക്ക ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, പക്ഷെ മുകേഷ് ചേട്ടനുണ്ട്, അജു ചേട്ടൻ, ജോജു ചേട്ടൻ, ലളിതാന്റി ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ്, വളരെ രസകരമായ ക്യാരക്ടറൈസേഷൻ. സ്പാൻ പറയുകയാണെങ്കിൽ സൗബിൻ ചേട്ടനുണ്ട്. ചിലപ്പോൾ ഒരു 1 മന്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ. അല്ലാതെ വലിയ ഒരുപാട് പിന്നെ ഫ്ലാഷ് ബാക്ക് പോയി പിന്നെ തിരിച്ചു പിന്നെ ഒരുപാട് കാലം അങ്ങനെയൊന്നുമില്ല. ഒരു മാസത്തിനിടയിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. അത് എത്രത്തോളം പ്രേക്ഷകരെ സ്വീകരിക്കും നമുക്ക് നോക്കാം. അതെ.